ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് 2 ടൈപ്പ് ഫിംഗേഴ്സിൻ്റെ റെസിപ്പിയാണ്. ഒരു സ്നാക്ക് റെസിപ്പിയാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ മൈദയും ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറുമാണ്. ആ ഒരു റേഷ്യോയിലാണ് നമ്മൾ എടുക്കുന്നത്. മൈദ കൂടുതലും കോൺഫ്ലവർ കുറച്ചുമായിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ടിനും കൂടെയാണ് ഇതെടുക്കുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദയും അതിൻ്റെ ഒരു 1/4 ഭാഗം കോൺഫ്ലവറും കൂടെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പഴംപൊരിയുടെ ആ ഒരു ബാറ്റർ പോലെ തന്നെയാണ് ഈ ബനാന ഫിംഗറിനുള്ള ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ മൈദയും കോൺഫ്ലവറും കണക്കിനെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയും ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് അത് നല്ലൊരു തിക്കല്ലാത്തൊരു റേഷ്യോയിലാണ് ഞാനിതിൻ്റെ ബാറ്റർ എടുക്കുന്നത്. ഒത്തിരി തിക്കും അല്ല, ഒത്തിരി ലൂസും അല്ലാത്ത രീതിയിൽ നമുക്കിങ്ങനെ എടുക്കണം. അപ്പോൾ നമുക്കിത് ബനാന ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഫിംഗറിൻ്റെ ആ ഒരു വലിപ്പത്തിൽ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് 4 പീസാക്കി അത് നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമുക്ക് കോൺഫ്ലെക്സ് ഒരു 1/2 കപ്പ് കോൺഫ്ലെക്സ് നമുക്ക് എടുത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് പയ്യെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് പൊടിച്ചെടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസാണ് നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ റെഡിയാക്കിയതാണ്. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത കോട്ടിങ്ങിലേക്ക് വേണം നമ്മളത് ബനാന ഇതിൽ മുക്കിയിട്ട് നമ്മളിതിൻ്റെ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് പൊട്ടറ്റോ ഫിംഗർ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിലേക്കുള്ള ബാറ്ററും ഇതുപോലെ മൈദ കൂടുതലും കോൺഫ്ലവർ കുറവുമായിട്ടാണ് എടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ മൈദയും ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും എടുത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ഒരു സ്വല്പം കുരുമുളക് പൊടിയും, പിന്നെ അതുപോലെ ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ ഒരു സ്വല്പം മുളക് പൊടി, അതായത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മുടെ കയ്യിൽ ഗരം മസാല ഉണ്ടെങ്കിൽ ഗരം മസാല ആഡ് ചെയ്യുക. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. ഞാൻ ഗരം മസാല ആണിപ്പം ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ എടുത്ത ബാറ്റർ പോലെ തന്നെ നമ്മളിതും അതുപോലെ തന്നെ എടുക്കുക. ഒത്തിരി തിക്കും അല്ല, ഒത്തിരി ലൂസും അല്ലാത്ത രീതിയിൽ നമുക്ക് എടുക്കണം. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ആ ഒരു ഫ്രൈസാണ് ഞാനിപ്പോൾ ഇവിടെ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ പൊട്ടറ്റോ എടുത്ത് ഒന്ന് ഇതേ രീതിയിലൊന്ന് സ്ലൈസ് ചെയ്തിട്ട് ഒന്ന് പുഴുങ്ങി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് ഇപ്പോൾ കാണിക്കാം കേട്ടോ. അപ്പം ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഇതുപോലെ എല്ലാം ഡിപ്പ് ചെയ്ത് ആ കോട്ടിങ്ങിലെല്ലാം നമ്മുടെ ബ്രെഡ് ക്രംസിലും കോൺഫ്ലെക്സിലും ഉള്ള കോട്ടിങ്ങിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. അത് നമ്മൾ വെളിയിൽ ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ തണുപ്പ് മാറിക്കഴിയുമ്പം അതിൻ്റെ ആ ഒരു സ്റ്റിഫ്നെസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്യുമ്പം ആ ഒരു കറക്റ്റ് ഒരു ക്രിസ്പിനെസ് കിട്ടത്തില്ല. അപ്പം നിങ്ങൾ ഇതിങ്ങനെ എല്ലാം ഡിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ളൂ നമുക്കതെടുത്ത് നന്നായിട്ട് നല്ല ചൂടായിട്ട് കിടക്കുന്ന ആ ഒരു എണ്ണയിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എടുത്ത് വെച്ചിരുന്ന ബനാന ഫിംഗർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും ആ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കി ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യും. ഫ്രഞ്ച് ഫ്രൈസ് കയ്യിലുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.